ഇക്ക രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ചട്ടിയിൽ പെയിൻ്റ് അടിക്കാൻ. എല്ലാം വലിച്ച് വാരിയിട്ടിട്ട് പെയിൻ്റ് അടിയാണ്. നമുക്ക് വെള്ള പാൻറ് ഇട്ടിരിക്കണ്. ഈ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും പാൻറ്റിൻ്റെ കളർ നോക്കിക്കോട്ടെ, ലാസ്റ്റ് ഇട്ടിട്ടുണ്ടത്. ഞാൻ അപ്പോഴും പറഞ്ഞു വെള്ള പാൻറ് ഇട്ടിട്ട് അടിക്കണ്ടാട്ടോളൂ എന്ന് പറഞ്ഞു, കേട്ടില്ല. അതൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ അടിച്ചതാണ്. നോക്കുമ്പോൾ ചുവപ്പ് പാൻറ്റായി. പിന്നെ ഇത് മണി പ്ലാന്റ് കേട്ടോ, തെങ്ങിൽ നിന്നതാണ് കേട്ടോ. തെങ്ങിലുണ്ട് അങ്ങനെ മണി പ്ലാന്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, ഇതിനെയൊക്കെ പറിച്ചിട്ട് കണ്ട ചുറ്റൂരും കണ്ട നിറയെ. ഞാനൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തറിയോ, ഇതിനെയൊക്കെ അങ്ങോട്ട് പറിച്ചിട്ട് സ്റ്റെയർ കേസിൽ ഇങ്ങനെ തൂക്കാൻ വിടാൻ വിചാരിച്ചു. അതല്ലേ നല്ലത്. ഇവിടെ തെങ്ങിൽ എന്തിനാണ് പറഞ്ഞിട്ടേ ഇത്. അപ്പോൾ ഒരു ചട്ടിയിൽ ആദ്യം എന്താ പറയുക, ഈ മെറ്റലുണ്ടല്ലോ അതിട്ടിട്ടുണ്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് 2-3 ചട്ട വെച്ചു. പിന്നെ കുറച്ച് മണ്ണിട്ടു. മണ്ണൊക്കെ എന്താ പറയുക, വേപ്പൻ പുണ്ണാക്കും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാ തെർമോക്കോള് കുറച്ച് അതിൽ പിച്ചി ഇട്ട് കൊടുക്കുക. എന്തിനാണെന്നറിയോ, മണ്ണിങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റ് ഉണ്ട്, പിച്ചാനൊന്നും കിട്ടണില്ല. നാഗമൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഞാൻ ലാസ്റ്റ് നിർത്തി, മതിയാക്കി. കുറച്ചൊക്കെ എന്തെങ്കിലും പിച്ചിട്ടു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇടയിലിടയിൽ പിച്ചിടുക, ഇടയിലിടയിൽ മണ്ണിട്ട് കൊടുക്കുക കേട്ടാ. അപ്പോൾ എന്താകുമെന്ന് അറിയോ, ഇത് കട്ട പിടിക്കില്ല. പിന്നെ എന്താണ് DAP വളമാണ് കേട്ടോ. അതിട്ട് കൊടുക്കുക കുറച്ച്. അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അല്ലേ വേണ്ട, എന്താ പറയുക, ആർക്കറിയാം. ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ. അതുകൊണ്ട് ഞാനും ഇട്ട് കൊടുത്തു. പോട്ടെ, ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ബുദ്ധിമുട്ടിയിട്ട്. എന്തായാലും ഒരു വഴിക്ക് പോവുകയില്ല, എല്ലാം കൂടി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാ. പിന്നെ കുറച്ച് എല്ലുപൊടി ഇത് വേപ്പം പുണ്ണാക്കിട്ടാ. എനിക്ക് എന്താ പറയുക, ആകെ കൺഫ്യൂസ്ഡായി. നിങ്ങളെ കൊണ്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടേ. ഇത് വേപ്പം പുണ്ണാക്ക്, പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ടാ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയും, നിങ്ങളൊക്കെ ഭയങ്കര ആൾക്കാരാണ്, ചെടിയൊക്കെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനിത് എന്താ പറയുക, ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളല്ലേ. എനിക്കിങ്ങനെ ചെടികളൊന്നും അധികമൊന്നും വയ്ക്കാം. എന്നാലും ഇതാ മാക്സിമം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഫുള്ള് ചെടിയാണ് കേട്ടോ. വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഇനി, അത്രയ്ക്കുണ്ട്. പക്ഷെ എന്നാലും എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ. അതുകൊണ്ടാണ് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് പഠിച്ചോനെ. മണി പ്ലാന്റ് കണ്ട തെങ്ങിൽ വളർന്നത് കൊണ്ട് തന്നെയാണ്. നോക്ക് കണ്ട, നല്ല വലുതായിരിക്കുന്നു കണ്ട. നമ്മൾ ചട്ടിയിൽ ഞാൻ കണ്ടല്ലേ ഇത്രയും നീട്ടത്തിൽ വലിച്ചു വെച്ചിരിക്കുന്നത്. ഓരോരുത്തർ ചെറിയ പീസ് ആക്കിയിട്ട് ചെടിയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ക്ഷമയില്ല. എനിക്ക് വെച്ചത് വലുതായിട്ട് തൂങ്ങിക്കിടക്കണം, സ്റ്റെയർ കേസിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് പാടുപെട്ടിട്ട് ഇടുന്നു കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാൻ നല്ല രസമാണ്. ഞാൻ ഈ കോമഡി വീഡിയോ അല്ലേ ചെയ്യുന്നത്, ഷോർട്ട് ഫിലിം മാതിരി. ആ വീഡിയോ അല്ലേ ചെയ്യുന്നത്. ഞാനിതൊക്കെ ഒരു ദിവസം സൺഡേ ഇന്നലെ ഫുള്ള് ബിസി ആയിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ശരി പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇത്രയും ഞാൻ പാടുപെടില്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തത്. കൽപ്പിച്ചു കൂട്ടി എടുത്തതൊന്നുമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എടുത്തതൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കുറേ പണികൾ ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ഒരു വീഡിയോ എടുക്കുക, എന്നാൽ പിന്നെ സൺഡേ വ്ളോഗാക്കി ഇടാലോ പറഞ്ഞിട്ട് ചെയ്താണ്ട. അതാണ്ട ഇപ്പം തന്നെ നമുക്ക് ഇത്രയും വലുതായി കണ്ട. മണി പ്ലാന്റ് ഇത്രയും വലുതാക്കിയിട്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളിൽ വയ്ക്കുന്നതാണല്ലോ, ഉള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ സ്റ്റെയർ കേസിലൊക്കെ വെള്ളമായിട്ട് മൊത്തം എന്താ പറയുക, ചോർന്ന് ഒലിച്ച പോലെ ആവില്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഫുള്ള് ചട്ടിയിലൊക്കെ വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഇക്കാൻ്റെ പിന്നെ ഹെൽപ്പ് വേണം നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ചട്ടിയിൽ മണ്ണല്ലേ, നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. വലിയ ചട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതാക്കണ്ട, ഈ വെള്ളച്ചട്ടി വയ്ക്കും. അപ്പോൾ വെള്ളം അധികം പോയാലും പുറത്ത് പോവില്ലല്ലോ. പക്ഷേ എന്നാലും ഉള്ളിലായതുകൊണ്ട് നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഊരാൻ വെച്ചത്. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഒന്നരാടം വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കണ്ട. ഇത്രയും വലുപ്പത്തിൽ തന്നെ നമുക്ക് ഇപ്പം ഇത്രയും വെച്ച് കൊടുത്തു. എനിക്കിനി ഇത് മുളച്ച് വന്നിട്ട് ഇത്രയും ഭാഗം കൊണ്ട് വേറെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇതണ്ട തൂങ്ങണ കണ്ട. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിങ്ങനെ സ്റ്റെയറൊക്കെ കയറുന്ന സമയത്ത് ഒരു നല്ല രസമായിരിക്കും കേട്ടോ. പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ചെടിയൊന്നും വെക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പ്ലാസ്റ്റിക് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഒറിജിനൽ ആക്കിയതാണ്. അപ്പം നല്ല ശാന്തമുണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. ഇതും വെച്ചതാണ് കേട്ടോ ഇന്നലെ തന്നെ 2 വെച്ചത്. ഇത് എൻ്റെ ബ്ലാക്ക് ZZ പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ കണ്ട മുള വന്നിരിക്കുന്നത്. ഈ ബ്ലാക്കും ഈ പച്ചയും കൂടി നല്ല ചന്തമുണ്ടെന്ന്.
ഞാനിത് നഴ്സറിയിൽ പോയിട്ട് വില ചോദിച്ചപ്പോഴേ എന്താ വില അവർ വായി തോന്നിയ വിലയാണ് പറയണത്. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, അവിടെ ഒരു ഒടിഞ്ഞതുള്ള കമ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇതാ കണ്ട, ഇതിങ്ങനെ ആക്കി ഇല ഓരോന്ന് മുളപ്പിച്ചെടുത്താണ്. ഇത് കണ്ട, ഒരു ബബിളൊക്കെ വന്നിരിക്കുന്നുണ്ട, അവയൊക്കെ വന്നിരിക്കുന്നുണ്ട, മുളച്ച് വന്നിരിക്കുന്നുണ്ട. ഇതിനെ കുത്തിയിട്ടിട്ടാണ് ഞാൻ ഇതേപോലെ ലീഫിനെ കുത്തിയിട്ടിട്ടാണ് ആ ഷേപ്പിലാക്കിയിരിക്കുന്നത്, ആ CC പ്ലാന്റ്. അങ്ങനെ പിന്നെ അതിൽ നിന്ന് അങ്ങനെ മുളച്ച് വന്നതാണ്. അല്ലാണ്ട് ഈ ബ്ലാക്ക് CC പ്ലാന്റിനൊക്കെ എന്താ വില എന്നറിയോ. അപ്പോൾ ഉച്ചയായിട്ട് അതാണ്ട ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫിറോസ് ചുട്ടിപ്പറമ്പിലുണ്ടല്ലോ, അയാളുടെ അടുത്ത് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിയ പൊന്നാങ്കണ്ണി ചീരയാണിത്, പൊന്നാങ്കണ്ണി ചീര. രണ്ട് പിടി ഉണ്ടായിരുന്നുള്ളൂ വാങ്ങുന്ന സമയത്ത്. എന്താ വില എന്നറിയോ, ഒരു പിടിക്ക് എത്ര 100 സംതിങ് അത്ര ഉണ്ടായിരുന്നു. 2 പിടി മാത്രം കിട്ടി. അതിന് ഞാൻ ഈ 2 ചട്ടിയിൽ വെച്ചിട്ട്, ഇത്രയൊന്നും കിട്ടിയില്ല, ഇതൊക്കെ മുളച്ച് വന്നതാണ് കേട്ടോ, 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ ഇങ്ങനെയൊക്കെ വളർത്തിയെടുത്തതാണ്. കാഴ്ച വേണ്ടേ, കാഴ്ച പോയി കഴിഞ്ഞാൽ അപ്പോൾ നല്ല പൊന്നാങ്കണ്ണി ചീര നല്ല കാഴ്ചയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ ഞാനത് വലിച്ചിട്ട് വന്നിട്ട് ഓൺലൈനിൽ വാങ്ങിയിട്ട് വന്നിട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. കുറേ ആയിട്ട് വലിക്കുന്നുണ്ട് ഞാനത്. അവർ അന്ന് കൊടുത്ത സമയത്ത് വലിച്ചതാണ്. അതിൽ നിന്ന് നമ്മളിങ്ങനെ ഇലയായിട്ട് ഊരണം. തണ്ടൊക്കെ ഇത്തിരി ടൈറ്റ് വലുതാണ്, എന്താ പറയുക, കട്ടിയുണ്ടേ. അപ്പം നമ്മൾ അങ്ങനെ തണ്ടൊന്നും മുറിച്ചിടാൻ പറ്റില്ല, പിന്നെ ചവയ്ക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ അതിൽ നിന്നിങ്ങനെ നമ്മൾ ചീര നുള്ളണം മാതിരി ആയിരുന്ന ഇലയൊക്കെ എടുത്തിട്ട് നുള്ളണം, എന്നിട്ട് വേണം ഉപ്പേരി വയ്ക്കാൻ. ഈ നുള്ളൽ പരിപാടി വലിയ അത്ര റിസ്ക്കാണ് കേട്ടോ, ഭ്രാന്ത് വരും. എത്ര നേരം ഈ ഓരോരോ ഇലയായിട്ട് നുള്ളേണ്ടി വരും. അതേസമയത്ത് മറ്റേ ചീരയൊക്കെ ആണെങ്കിൽ നമുക്ക് തണ്ട് പിടിച്ചിട്ട് ഇല വറക്കാമല്ലോ, അതല്ല, നുള്ളണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞുതരാം, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നിങ്ങളൊക്കെ വല്ലാത്ത ആൾക്കാരാണ്. ഇത് കൂർക്ക. ഞാനൊക്കെ ആദ്യം ഈ കത്തിയും കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കയ്യിലൊക്കെ കറ വരുമല്ലോ. ഇത് കൂർക്ക ഇപ്പോൾ എളുപ്പമാണ് കേട്ടോ നേരാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പിച്ചിയാൽ മതി. ഈ ആദ്യം പുഴുക്കുക, കുക്കറിലിട്ടിട്ട് വെറുതെ ഉപ്പിട്ടിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് പുഴുക്കണം കേട്ടോ. എന്നിട്ട് കണ്ടതാ ഇങ്ങനെ പീച്ചുക, അമത്തി നെസ്കിയാൽ മതി. കണ്ട എന്താ പറയുക, റംബൂട്ടാൻ്റെ ഇതില്ലേ, ആ സാധനം പോലെ വരും, നല്ല രസമാണ്. എത്ര സിമ്പിളെന്നറിയോ, വെറുതെ അങ്ങോട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. ഇതാ തൊലി വന്നു, ഇത്രയേ ഉള്ളൂ, സിമ്പിള്. അതിനുശേഷം ഞാൻ പിന്നെ കൂർക്ക വാങ്ങാൻ തുടങ്ങി. എന്താണെന്നറിയോ, പിന്നെ നേരാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ പുഴുക്കുക, ഇങ്ങനെ പീച്ചുക, അപ്പോഴേക്ക് ടകാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരും. കണ്ട, അത്രയേ ഉള്ളൂ. എന്തെളുപ്പം എന്നറിയോ, കയ്യിൽ കറിയും ആവില്ല, അടിപൊളി. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. പക്ഷെ ഞാൻ നേരാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാനധികം വാങ്ങാനൊന്നും കൂട്ടാക്കൂല. ഇപ്പം ഈ ഐഡിയ കണ്ടപ്പോൾ പിന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ തുടങ്ങി. കയ്യിൽ കറിയും ആവില്ല, നല്ല സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ കൂർക്കയൊക്കെ വാങ്ങിയിട്ട് നേരാക്കിയിട്ട് കൂർക്കുപ്പേരിയാണ് കേട്ടോ. എത്ര സിമ്പിളാണെന്നറിയോ ഇങ്ങനെ കൂർക്ക നേരാക്കാൻ. അപ്പോൾ ഇനി അറിയാത്തവർ ഇങ്ങനെ കൂർക്ക നേരാക്കിട്ടാ. ഓക്കെ, അതിന് താളിക്കാൻ വേണ്ടിയിട്ടേ ഇത് മുളകും ഉള്ളിയും വെളുത്തുള്ളി വേണം, അല്ലെങ്കിൽ ഗ്യാസാണ് കേട്ടോ കൂർക്ക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അടിച്ച് കടുക് പൊട്ടിക്കുക. ഈ മിക്സിയിലിട്ട് അടിച്ച സാധനം ഉണ്ടല്ലോ, മുളകും ഉള്ളിയും വെളുത്തുള്ളിയും, അതും കൂടി ചതച്ചത് താളിച്ചിട്ട് നമ്മൾ ഓൾറെഡി പുഴിക്കുമ്പോൾ എന്താ പറയുക, ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇനി അഡീഷണൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അത് മൂപ്പിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പീസ് ആക്കണം കേട്ടോ. വേണമെങ്കിൽ പീസ് ആക്ക്. വലിയ കൂർക്കാണെങ്കിൽ പീസ് ആക്കി മതി. കൂർക്കുപ്പേരി റെഡി. കണ്ട, ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പം നോക്ക്. പുഴുക്കുക, തൊലിക്കുക, കടുക് വറക്കുക, ഉപ്പേരിയായി. അടുത്തത് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പറമ്പിൽ നിന്ന് വാങ്ങിയ പൊന്നാങ്കണ്ണി ചീരയിലും അതുപോലെ തന്നെ എന്താ പറയുക, താളിക്കുക, പരിപ്പൊക്കെ ഇട്ടിട്ട്. ഓക്കെ, പിന്നെ ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് കേട്ടോ. പണീൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ലഞ്ചാണ് ഇത്. കണ്ട, ബോട്ടിൽ ചെടി വെച്ചിരിക്കുന്ന അടുക്കളയിൽ വെച്ചതാണ്. ഇതൊക്കെ ഇന്നലത്തെ പണിയാണ്, ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പണികളാണ് ഇതൊക്കെ. ഇത് ബോട്ടിലിന് 50 രൂപ കേട്ടോ, ഓരോ ബോട്ടിലിന് 50 രൂപ. പിന്നെ ഇത് ഒരു കടൻ്റെ ഫ്രണ്ടിൽ കണ്ട ചെടിയാണ്, അതെടുത്തിട്ട് വന്നു. പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ്. നിങ്ങൾക്ക് പൂക്കൾ നല്ലോണം ഇഷ്ടമുണ്ടെങ്കിൽ, എന്നും നിങ്ങൾക്ക് വീട്ടിൽ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഇതൊന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തൂങ്ങി നിൽക്കും പൂക്കൾ, നല്ല രസമായിരിക്കും, അടിപൊളിയാണ്. നിങ്ങൾ വാങ്ങി വെക്കിട്ടാ. പൂക്കൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചോ. ഇത് കണ്ട, പിന്നെ ഈ ഒരു ചെടി അത് ഞങ്ങൾ റീപോർട്ട് ചെയ്താണ്. മുമ്പ് വേറെ ചട്ടിയിലായിരുന്നു, അത് വലുതായി. അപ്പോൾ ഇത് അതേപോലെ ഈ ചട്ടിക്ക് എത്രയാണ്, 250 രൂപ എന്തോ ആണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് ചട്ടിക്ക്. പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം, അമർത്തി കൊടുത്തിട്ട് എടുത്താൽ മതി. ഇതാണ് മൊത്തം ഇന്നലത്തെ പണി. ഇരിക്കുന്ന കണ്ട, വെള്ള പാൻറ്റ് ഇട്ടിട്ട് ഒരേ അടിയാണ്. ഓക്കെ, അപ്പോൾ ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ച് ക്ലീനാക്കി എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഫുള്ള് ബിസി ആയിരുന്നു. മഗ്‌രിബ് നേരമായി, എല്ലാം കഴുകി വിട്ട് ക്ലീനാക്കി.
ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്.